അപ്പൊ നമുക്ക് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളൊന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. സംഗീത സാന്ദ്രമായ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കി. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ്. പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പ്രസാദ്. ഗുഡ് മോർണിംഗ്. ഉണ്ട് കേട്ടോ. പാട്ടുകാരന്റെ പേര് കേട്ടില്ല. പേരാണോ? സുദീപ് പാലനാടാണ് നമ്മുടെ അതിഥി ഇന്ന്. ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു. ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. മനസ്സിലായി. അപ്പൊ നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കാം, വാർത്തയിലേക്ക്. ഈ ബ്രൂവറി അറിയണം, PPE കിറ്റിലെ അഴിമതി ആരോപണം അറിയണം. ഇതൊക്കെ കടുപ്പിക്കുകയാണല്ലോ അല്ലേ പ്രതിപക്ഷം. എല്ലാം ഇങ്ങ് പോരട്ടെ. അതെ ഉറപ്പായിട്ടും. അതെ, പ്രധാനമായിട്ട് ബ്രൂവറിയാണ്. ബ്രൂവറി നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായ വിഷയമായി തുടരുകയാണ് ബ്രൂവറി. ഇപ്പോഴും ബ്രൂവറി ശക്തമായി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഒപ്പം CPIയുടെ ഒരു അതൃപ്തി കുറച്ചെങ്കിലും പരസ്യമാവുന്നുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു നിലപാട് CPI ഇതിനകത്ത് പറഞ്ഞില്ല. ജലചൂഷണം ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം പരസ്യമായി പറഞ്ഞത്. പക്ഷേ CPIയിൽ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ CPI, അതായത് LDF വലിയ പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 1 വർഷം മാത്രം ബാക്കിയുള്ള ഒരു സമയം, ഈ ഒരു സമയത്ത് പരസ്യമായ ഒരു എതിർപ്പ്, അത് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ അങ്ങനെ എതിർപ്പ് കൊണ്ടുവരുന്നതോടുകൂടി അത് പാർട്ടിക്ക് ഗുണമല്ല എന്ന ഒരു ചിന്തയാണ് CPIയിലെ കുറേ പേർക്കുമുള്ളത്. അതുകൊണ്ടാകണം ഒരുപക്ഷെ കടുപ്പിക്കാതെയുള്ള ഒരു നിലപാടിലേക്ക് CPI പോകാനുള്ളൊരു കാരണം. പക്ഷേ അത് പറയുമ്പോഴും കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജലചൂഷണം ഉണ്ടാകരുത് എന്നുള്ളത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരണം വരുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇത് ആയുധമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പ്രത്യേകിച്ച് ബ്രൂവറി തുടങ്ങുന്നത് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ, ചർച്ചയുണ്ടാക്കിയാൽ അത് സ്ത്രീ വോട്ടർമാരെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജലചൂഷണവും ഒപ്പം അഴിമതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒയാസിസ് കമ്പനിക്കെതിരെയും ഈ ബ്രൂവറിക്കെതിരെയുമുള്ള ശക്തമായ നിലപാടുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന് ഒരു ചെറിയ നിരാശയുള്ളത് ഇനിയിപ്പോൾ ഫെബ്രുവരി 7 വരെ നിയമസഭ ഇല്ല എന്നുള്ളതാണ്. ഫെബ്രുവരി 7-നാണ് ഇനി നിയമസഭ ചേരുക. ഫെബ്രുവരി 7-നാണെങ്കിൽ ബജറ്റുമാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ബ്രൂവറി സഭയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എന്തായാലും സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിൽ ഒന്നായി, ഒരു രാഷ്ട്രീയ വിവാദമായി ബ്രൂവറി മാറിക്കഴിഞ്ഞു എന്നതാണ്. യെസ്, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പ്രസാദ്, വിഷ് യു എ ഹാപ്പി ഡേ ആൻഡ് എ ഹാപ്പി ന്യൂസ് ഡേ. ഓക്കെ, നമ്മൾ